ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഇനി ഓഫറുകളുടെ ഓണക്കാലം. പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാനങ്ങൾ, ഗോൾഡ് കോയിൻ, സൈക്കിൾ, ടേബിൾ ഫാൻ, മിക്സി, അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ. ഒപ്പം 24 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും. തീപ്പന്തമായല്ല തീവ്രവർഗീയതയുടെ പന്തമായിട്ടാണ് PV അൻവർ മാറുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. നാട് കുട്ടിച്ചോറാക്കുന്ന പന്തമാണ് കൈയേറ്റിയിരിക്കുന്നത്. തീവ്രതാ ശക്തികളുടെ തടവറയിലാണ് അദ്ദേഹമെന്നും EN മോഹൻദാസ് കുറ്റപ്പെടുത്തി. അൻവർ തരം താണതിൽ തനിക്ക് ദുഃഖവും സഹതാപവുമുണ്ടെന്നും ഇതുകൊണ്ടാണ് തനിക്കെതിരെ RSS ബന്ധം ആരോപിക്കുന്നതെന്നും EN മോഹൻദാസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ പുച്ഛത്തോടുകൂടി തള്ളുന്നു. ഇത് CPM ജില്ലാ സെക്രട്ടറിക്കെതിരായി വ്യക്തിപരമായ ഒരു കടന്നാക്രമണമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. ശ്രീമാൻ അൻവർ ഇപ്പൊ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാടാണ് അത്. നേരത്തെ പാർട്ടിക്കെതിരെ പാർട്ടി ശത്രുക്കൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം മുസ്ലിം പ്രീണനമാണ്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു, ഇതായിരുന്നു ആക്ഷേപം. ഇപ്പോ പുതിയ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, മുസ്ലിം വേട്ട നടത്തുന്നു. CPM നേതാക്കന്മാരൊക്കെ RSSകാരാണ്. തന്നെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇത്തരം ആരോപണം ഉന്നയിക്കില്ല. അൻവർ വലതുപക്ഷത്തിന്റെ തടവറയിലാണ്. മണ്ഡലത്തിലെ വികസന ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് പാർട്ടി എതിർപ്പ് അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ MLA-മാരുടെ വികസന ഫണ്ടുകളിൽ ജില്ലാ കമ്മിറ്റി ഇടപെടാറില്ല. MP-മാരുടെ വിഷയങ്ങളിലാണ് ജില്ലാ കമ്മിറ്റി ഇടപെടാറുള്ളതെന്നും EN മോഹൻദാസ് അറിയിച്ചു. അങ്ങനെ നിർദ്ദേശമൊന്നും കൊടുക്കാറില്ല. നിങ്ങൾ ഇന്ന യോഗത്തിന് പോകാൻ പാടുള്ളൂ, ഇന്ന യോഗത്തിന് പോകാൻ പാടില്ല, അങ്ങനെ കണ്ണുകെട്ടുകയും ചെവി അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടിയല്ല CPM. ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ ഫണ്ട് ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് MLA ഫണ്ട് അല്ലേ? അത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ജില്ലാ സെക്രട്ടറി എന്നൊരു രൂപത്തിൽ MLA ഫണ്ട് സംബന്ധിച്ച ഒരു തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റിയോ ജില്ലാ സെക്രട്ടറിയോ എടുക്കാറില്ല. അതാത് പ്രദേശത്തെ പാർട്ടിയുമായി ആലോചിച്ച് MLA-മാർ തന്നെയാണ് MLA ഫണ്ട് നിശ്ചയിക്കാറ്. അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി, അതുപോലെ തന്നെ മണ്ഡലങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഏരിയയ്ക്കകത്താണെങ്കിൽ ആ ബന്ധപ്പെട്ട ഏരിയകളിലെ സെക്രട്ടറിമാരുമായിട്ട് ആലോചിച്ച് ആണ് നമ്മുടെ പാർട്ടിയുടെ രീതി നിശ്ചയിക്കുക. ഇവിടുന്ന് അതൊന്നും ഇടപെടാറില്ല. ജില്ലാ കേന്ദ്രം ഇടപെടുന്ന ഒരു ഫണ്ട് MP ഫണ്ടാണ്. അൻവറിനോട് മണ്ഡലങ്ങളിലെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 5 വർഷം കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നില്ല. രണ്ടാം തവണ അവസരം നൽകിയപ്പോൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും MLA-യോട് നിർദ്ദേശിച്ചിരുന്നു. സ്വതന്ത്ര MLA എന്ന നിലയിൽ മറ്റു കാര്യങ്ങൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചു. തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചതിന് പിന്നിൽ ഇപ്പോഴത്തെ മനോനില എന്താണ് എന്ന് തനിക്കറിയില്ല. മാനസിക വിഭ്രാന്തി മാറിയിട്ടുണ്ട് എന്നാണ് കരുതുന്നതെന്ന് EN പറഞ്ഞു. ജില്ലയിൽ ന്യൂനപക്ഷത്തിന് വലിയ വില പാർട്ടി നൽകുന്നുണ്ട്. പാർട്ടിയിലെ 16,000-ഓളം വരുന്ന അംഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗമാണ്. KT ജലീൽ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് കാത്തിരുന്ന് കാണാമെന്നും അൻവറിന്റെ പാതയിൽ KT ജലീൽ ഉണ്ടാകില്ലെന്നാണ് താൻ കരുതുന്നതെന്നും EN മോഹൻദാസ് അറിയിച്ചു.